ചോക്കർ ടൈപ്പാണ്, ചെറിയൊരു ചോക്കർ ടൈപ്പ് നെക്ലേസ് ആണ്. ഇതിനകത്ത് സ്റ്റോണൊന്നും കൂടുതലായിട്ട് വരുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്റ്റോൺ വരാതെ ലൈറ്റായിട്ടുള്ള ഒരു ഇനാമൽ വർക്കാണ് ഇത്, പെയിൻറ്റിങ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്റ്റോണ് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി പൂർണ്ണമായിട്ടും ഗോൾഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലും ചെറിയ ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം വെയിറ്റ് വരുന്നത് 36 ഗ്രാമാണ്. ഏകദേശം 3 ഗ്രാമോളം സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഇവിടെയെല്ലാം ഉള്ള സ്റ്റോണിൻ്റെ വെയിറ്റ് 3 ഗ്രാമാണ് വരുന്നത്. 33 ഗ്രാമാണ് ഇതിൻ്റെ ഗോൾഡിൻ്റെ വെയിറ്റ് വരുന്നത്. 33 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 പവനും 1 ഗ്രാം അധികമുള്ള ഒരു നെക്ലേസാണ്. 4 പവൻ തന്നെ, 4 പവനിൽ വരുന്ന ഒരു നെക്ലേസാണ് ഇത്. അടുത്ത നെക്ലേസ് വരുന്നൊരു പിങ്ക് സ്റ്റോണോട് കൂടിയുള്ള ഒരു നെക്ലേസാണ്. ഇവിടെയൊക്കെ ഫ്ലവറിൻ്റെ നല്ല മനോഹരമായ ലോക്കറ്റ് പോലെ തോന്നിപ്പിക്കുന്ന ഡിസൈനാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ പിങ്ക് സ്റ്റോണിൻ്റെ ചുറ്റും ചെറിയ പേളോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും സ്റ്റോൺ അല്ല, ഇതൊക്കെ ഇനാമൽ കളറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കുന്തൻ സ്റ്റോൺ ആണ് ഇതൊക്കെ വരുന്നത്. ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് വരുന്നത് 46 ഗ്രാം 630 മില്ലിയാണ്. ഏകദേശം 7 ഗ്രാമിൻ്റെ അടുത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. സ്റ്റോണിൻ്റെ വെയിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെറും 39 ഗ്രാം മാത്രമാണ്. 5 പവൻ മാത്രം വരുന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. മാലയിലായിട്ട് ലൈറ്റ് വെയിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെൻഡൻറ്റോട് കൂടിയിട്ടുള്ളൊരു നെക്ലേസാണ്. സെൻറ്ററിൽ ചെറുതായിട്ട് ഒരു ഗ്രീന് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 11 ഗ്രാം മാത്രമേ ഉള്ളൂ. 11 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 പവൻ മാത്രമുള്ളൊരു നെക്ലേസാണ്. ആൻറ്റിക്കിൽ 1.5 പവൻ്റെ നെക്ലേസെല്ലാം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. സെക്കൻഡ് മാലയെല്ലാമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു നെക്ലേസാണ് വരുന്നത്. 11 ഗ്രാം മാത്രമേ ഈ ഒരു നെക്ലേസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് നെക്ലേസ് വരുന്നത് ബ്രൈഡലിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു നെക്ലേസാണ്. കൂടുതൽ സ്റ്റോൺസ് ഒന്നും വരുന്നില്ല. ഇതെല്ലാം വരുന്നത് ഗ്രീൻ ഇനാമലിൽ ചെറിയൊരു പിങ്ക് ഫ്ലവറോട് കൂടിയുള്ള ഒരു സ്റ്റോൺസാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കുന്തൻ സ്റ്റോൺസാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റിൽ വരുന്ന സാധനമാണ്. ഏകദേശം 35 ഗ്രാമാണ് ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് വരുന്നത്. 1 ഗ്രാമിൻ്റെ അടുത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. സ്റ്റോണിൻ്റെ വെയിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെറും 36 ഗ്രാം മാത്രമേ ഉള്ളൂ. 4.5 പവൻ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ചോക്കറാണിത്. അടുത്ത നമ്മളെടുത്ത കളക്ഷൻ നോർമൽ നെക്ലേസ് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ആൻറ്റിക്കിൻ്റെ ഒരു കളക്ഷനാണ്. സ്റ്റോൺസ് ഒന്നുമില്ല, ചെറിയൊരു ലൈറ്റായിട്ടുള്ള സ്റ്റോൺസ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടേക്കാനുള്ളതാണ്. ഫ്ലവർ ടൈപ്പോട് കൂടിയിട്ടുള്ള ഒരു നെക്ലേസാണ്. ഫ്ലവർ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു നെക്ലേസാണ്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. സ്റ്റോണ് കൂടുതലായിട്ട് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഡിസൈനാണ് ഇത് വരുന്നത്. വെറും 36 ഗ്രാം 4.5 പവൻ വരുന്ന ഒരു നെക്ലേസാണ്. എൻഗേജ്മെൻറ്റിനും ബർത്ത്ഡേക്കെല്ലാം ഉപയോഗിക്കാൻ കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു നെക്ലേസാണ് അത് വരുന്നത്. അടുത്തൊരു നെക്ലേസ് വരുന്നത് ലോങ് പെൻഡൻറ്റോട് കൂടിയുള്ളൊരു നെക്ലേസാണ്. നമുക്ക് അൺകട്ട് ഡിസൈനിലൂടെയെല്ലാം താരതമ്യപ്പെടുത്തുന്ന ഒരു ഡിസൈനാണ്. അൺകട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺകട്ടാന്ന് പറയാം, ആർക്കും മനസ്സിലായില്ല. അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റോണാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രീനും പിങ്കും കളറിലുള്ള സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റും കുന്തൻ സ്റ്റോൺസും ചെറിയ സ്റ്റോൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിലും നല്ല ഭംഗിയിലാണ് എല്ലാ ഡിസൈനും അറേഞ്ച് ചെയ്തിട്ട്. പൂർണ്ണമായിട്ട് ഹാൻഡ് മെയ്ഡാണ്. ആൻറ്റിക്കിന് ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായിട്ട് ഹാൻഡ് മെയ്ഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു നെക്ലേസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നെക്ലേസാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇട്ടിട്ട് അത്രയും ഭംഗി തോന്നിപ്പിച്ച് നമ്മളിവിടുന്ന് ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപയോഗിച്ചിട്ട് അത്രയും ഭംഗി തോന്നിപ്പിച്ച ഡിസൈനാണ്. എൻ്റെ പേഴ്സണലി പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നെക്ലേസാണ്. നെക്ലേസിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ബ്ലൂ സ്റ്റോണോട് കൂടിയുള്ളൊരു നെക്ലേസാണ്. ഫ്ലവർ ടൈപ്പ് തന്നെ വരുന്നൊരു നെക്ലേസാണ്. പിന്നെ ഏകദേശം ഒരു 17 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതിനകത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് 1/2 പവൻ്റെ അടുത്ത് സ്റ്റോൺ, 4 ഗ്രാമിൻ്റെ അടുത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെറും 13 ഗ്രാം 900 മില്ലി, 1.25 പവൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യൂട്ട് നെക്ലേസിൻ്റെ വെയിറ്റ് വരുന്നത്. ഭംഗി എന്നെല്ലാം പറഞ്ഞാലേ ഈ നെക്ലേസിൽ ഇട്ടിട്ട് വേണം, അത്രക്കും ഭംഗിയുണ്ട് ഈ നെക്ലേസ് ധരിച്ചു കഴിഞ്ഞാൽ. ഒരു വട്ടം മണവാട്ടി ബോർഡിൽ തലശ്ശേരി വരുമ്പോൾ നമുക്കിതെല്ലാം ഉപയോഗിക്കാം. അടുത്ത നെക്ലേസ് വരുന്നത് ലീഫ് ഡിസൈനോട് കൂടിയുള്ള നെക്ലേസാണ്. ഇതൊക്കെ വന്നില്ല സ്റ്റോണല്ല, വെറും കളറിംഗ് ആണ്. നമ്മൾ റോഡിയം കോട്ടിംഗ് എന്നെല്ലാം പറയുന്ന പോലെ ഇനാമലിൻ്റെ ഒരു ജസ്റ്റ് കളറിംഗ് ആണ്. ഇതൊന്നും പോയിപ്പോയില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം, ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്.
ഇതെല്ലാം സ്റ്റോണാണ്, ഗ്രീൻ കളറിൽ വരുന്ന സ്റ്റോണാണ് വരുന്നത്. ഈ ഒരു നെക്ലേസും കാഴ്ച തോന്നുന്നതും ലൈറ്റ് വെയിറ്റ് ആണ്. 17 ഗ്രാം 250 മില്ലി മാത്രമേ ഉള്ളൂ ഈ ഒരു നെക്ലേസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 1 ഗ്രാമിൻ്റെ മേലെ ഇതിൻ്റെ സ്റ്റോൺ വരുന്നത്. വെറും 16 ഗ്രാം മാത്രം ഗോൾഡിൻ്റെ വെയിറ്റ് വരുന്നൊരു നെക്ലേസാണ്. സെൻട്രലായിട്ടൊരു ഫ്ലവർ ടൈപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. 16 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 പവൻ മാത്രമുള്ള, 2 പവൻ്റെ ഒരു 3 പവൻ്റെ കാഴ്ച തോന്നിപ്പിക്കുന്നുണ്ട് ഈ ഒരു നെക്ലേസ്. ഇത്രയും ഭംഗിയുള്ള നെക്ലേസാണ്. അടുത്ത നെക്ലേസ് വന്നിരിക്കുന്നത് വലിയൊരു സ്റ്റോണോട് കൂടിയുള്ള നെക്ലേസാണ്. നമ്മൾ റിങ്ങില്ലേ, നമ്മൾ റിങ് സൂഫി റിങ്ങിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന നെക്ലേസ് പോലത്തെ കല്ലുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 35 ഗ്രാമാണ് ഇതിൻ്റെ ടോട്ടൽ സ്റ്റോൺ അടക്കമുള്ള വെയിറ്റ് വന്നിട്ടുള്ളത്. 5 ഗ്രാമിൻ്റെ അടുത്ത് 10 ഗ്രാമിൻ്റെ അടുത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. 25 ഗ്രാം 280 മില്ലിയാണ് ഈ ഒരു നെക്ലേസ്. അതൊരു 3 പവൻ മാത്രമേ ഉള്ളൂ ഈ ഒരു നെക്ലേസ്. വളരെ ലോങ് നെക്ലേസ് ആണ്. ഞാൻ കുറച്ചും കൂടി താത്തി തരാം, ചെറിയൊരു ഡമ്മി ആയിട്ടില്ല. ലോങ് വരുന്ന നെക്ലേസ് ആണ്. സെക്കൻഡ് മാലയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാലയായിട്ട് ഉപയോഗിക്കാം, തേർഡ് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. ചെറിയൊരു ലോക്കറ്റോട് കൂടിയുള്ളൊരു ഡിസൈനാണ്. ലോക്കറ്റും പിങ്ക് സ്റ്റോൺസോട് കൂടിയുള്ള ഡിസൈനാണ്. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈൻ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കടൽ തീരത്ത് എവിടെയോ ഉണ്ട്, കേരളത്തിൽ എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കടൽ തീരത്ത് കല്ല് അടുക്കി വെച്ച് പോലെയുണ്ട്, എവിടെയുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്ക് ഈ മാല ഡിസൈൻ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഈ നെക്ലേസിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 30 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 30 ഗ്രാം 3.25 പവനാണ് ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ് വരുന്നത്. അടുത്ത നെക്ലേസ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇയറിങ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു പെൻഡൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇയറിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്ന ഇവിടെ നിന്ന് പകുതിക്കുന്ന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇയറിംഗ് പോലെ തോന്നിപ്പിക്കും. ഇത് ഒഴിവാക്കി ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഇയറിംഗ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു നെക്ലേസ് ആണ് ഇത്. ഇതിൻ്റെ മാച്ചിങ് ഇയറിംഗ് അവൈലബിൾ ആണ്. പിന്നെ സൈഡിലൊരു മാംഗോൻ്റെ ടൈപ്പ് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ സ്റ്റോണാണ് വരുന്നത്. നല്ല കാഴ്ചയിൽ വരുന്നൊരു ഡിസൈനാണ് ഇത് വരുന്നത്. 44 ഗ്രാം മാത്രമേ ഉള്ളൂ ഈ ഒരു നെക്ലേസിൻ്റെ വെയിറ്റ്. ഏകദേശം 2.5 ഗ്രാമോളം സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. സ്റ്റോണിൻ്റെ വെയിറ്റ് കഴിച്ച് കഴിഞ്ഞാൽ വെറും 42 ഗ്രാം വരുന്നതാണ് ഈ ഒരു ഗോൾഡിൻ്റെ വെയിറ്റ്. 42 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 5.25 പവൻ വരുന്നൊരു നെക്ലേസാണ് ഈ ഒരു നെക്ലേസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. കുറച്ച് കൂടുതലായിട്ട് ബോറായിട്ടുണ്ടെന്ന് അറിയാം, വീഡിയോ ലോങ് ആണെന്ന് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇനിയും വീഡിയോ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. മണവാട്ടി ഗോൾഡ് തലശ്ശേരിയിൽ നിന്നാണ്, ആശിഷാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കടൽപ്പാലമല്ലേ, ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. പിന്നെ ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡയലോഗ് കൂടി പറയും. ഇത് വേറെ എല്ലാത്തിൽ നിന്ന് കട എടുത്തതാണ്. ഇന്നേക്ക് പോയി നാളേക്ക് വരാം.